മറ്റെഴുതിയ ഗാനങ്ങളിൽ എന്തെങ്കിലും ഇതുപോലെ ഹൃദയസ്പർശിയായ അനുഭവങ്ങളുടെ കാരണത്താൽ എഴുതിയിട്ടുണ്ടോ ഏതെങ്കിലും? വാസ്തവത്തിൽ പാട്ടുകളെല്ലാം തന്നെ അനുഭവത്തിൽ കൂടിയാണ്, ദൈവമായിട്ടുള്ള അനുഭവത്തിൽ നിന്നാണ് വരുന്നത്. എങ്കിൽ തന്നെയും ഇത്രത്തോളം മറ്റുള്ളവരുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു അനുഭവം മറ്റ് ഗാനങ്ങൾക്കില്ല എങ്കിൽ തന്നെയും പല ഗാനങ്ങൾക്കും ഉണ്ട് എന്ന് തന്നെ പറയാം. ഒരിക്കല് ഒരപ്പച്ചൻ വന്ന് മരണത്തെക്കുറിച്ച് പറയുകയുണ്ടായി. മരണം സാധാരണ മനുഷ്യനെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് മരണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ അപ്പച്ചൻ മരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് മരണത്തെ യാതൊരു വിധത്തിലും ഭയമില്ല. കാരണം എനിക്ക് മരണത്തെ ഒരു പേടിയുമില്ല. എന്ന് വേണേലും മരിക്കുവാനായിട്ട് ഞാൻ തയ്യാറാണ്. അന്ന് എഴുതിയൊരു ഗാനമാണ് മരണമേ നിൻ ജയമെവിടെ, പാതാളമേ വിജയമെവിടെ എന്നുള്ളത്. ഈ പലർക്കും ഇഷ്ടപ്പെട്ട ഗാനങ്ങളുണ്ട് കൂടുതലധികമായിട്ട്. പക്ഷെങ്കിൽ ഇത്ര ഗാനങ്ങൾ എഴുതിയതിൽ ഗ്രഹാം വർഗീസ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഗാനം ഏതാണ്? ആ ചോദ്യം എന്നെ കുഴയ്ക്കുന്ന ഒരു ചോദ്യമാണ്. എങ്കിൽ തന്നെയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനം എന്ന് പറഞ്ഞാൽ, എന്നെ കരുതുന്ന വിധങ്ങൾ ഓർത്താൽ നന്ദിയാൽ എന്നുള്ളം നിറഞ്ഞിടുന്നേ, എന്നെ നടത്തുന്ന വഴികൾ ഓർത്താൽ ആനന്ദത്തിൻ അശ്രു പൊഴിഞ്ഞിടുമേ. നമ്മുടെ ജീവിതത്തിൽ നമ്മെ നടത്തുന്ന വിധങ്ങൾ അല്ലെങ്കിൽ നമ്മെ കരുതുന്ന വിധങ്ങളൊക്കെ ഓർക്കുമ്പോൾ ആനന്ദത്തിൻ്റെ അശ്രു, അതായത് സന്തോഷത്തിൻ്റെ കണ്ണുനീർ, അതായത് അത് കരച്ചിലല്ല, സന്തോഷത്തിൻ്റെ കണ്ണുനീർ നമ്മുടെ കണ്ണുകളിൽ നിന്ന് പൊഴിയും. ആനന്ദത്തിൻ്റെ അശ്രു പൊഴിയും. അതായത് ഞാനും എൻ്റെ ജീവിതത്തിലും അങ്ങനെ തന്നെ ഉണ്ട്. അതായത് നടത്തുന്ന വഴികളൊക്കെ ഓർക്കുമ്പോൾ അറിയാതെ സന്തോഷത്തിൻ്റെ കണ്ണുനീര് പൊഴിയും. യേശുവേ രക്ഷക, നിന്നെ ഞാൻ സ്നേഹിക്കും. ജീവിതത്തിൽ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ടുള്ള ജീവിതം വേണം എന്നുള്ള അതിയായ ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ട്. ഈ ഗാനങ്ങളൊക്കെ CD ആയിട്ടും DVD ആയിട്ടും ഒക്കെ പുറത്തിറക്കിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. എൻ്റെ ഗാനങ്ങൾ ഏകദേശം 65 ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. മിക്കവാറും എല്ലാ ഗാനങ്ങളും CD-യിൽ പല പാട്ടുകാർ പാടി CD-യിലാക്കിയിട്ടുണ്ട്. എന്നാൽ അത് മാർക്കറ്റിൽ അത്രത്തോളം ലഭ്യമല്ല. എന്നാൽ പല CD-കളും ലഭ്യമാണ്. ആയിരക്കണക്കിന് കോപ്പികൾ കേരളത്തിലും അതുപോലെ മലയാളികളുള്ള വിദേശങ്ങളിലും ചിലവഴി അത് വിൽക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആ നിലയിൽ ഒരു വലിയ സമ്പാദ്യം സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. വളരെ ചിരിപ്പിക്കുന്ന ഒരു ചോദ്യമായിട്ടാണ് അതിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇതിൻ്റെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ CD ഉണ്ടാക്കിയിട്ട് അത് മാർക്കറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും ലാഭം ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു ചിന്ത പോലും ഇതുവരെയും ജീവിതത്തിൽ മനസ്സിൽ വന്നിട്ടില്ല. അങ്ങനെ ഒരു CD ഉണ്ടാക്കി പൈസ സമ്പാദിക്കണം അല്ലെങ്കിൽ അങ്ങനെ സമ്പാദിച്ച് ജീവിക്കണം എന്നുള്ള ഒരു വിധത്തിൽ ആഗ്രഹമില്ല എന്ന് മാത്രമല്ല, അങ്ങനെയുള്ള ഒരു ആവശ്യവും ഈ സാഹചര്യത്തിൽ ദൈവം അനുവദിച്ചെനിക്കില്ല. എന്നാൽ ഈ ഗാനങ്ങൾ വീഡിയോ ആക്കി അത് സെലസ്റ്റിയൽസിൻ്റെ ബാനറിൽ പലയിടത്തും മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ അത് ഞാൻ തന്നെയാണ് വീഡിയോയും എടുത്തത്, വീഡിയോയ്ക്കുള്ള പൂർണ്ണ ചെലവും വഹിച്ചത്. അതെ. അപ്പം അതിൻ്റെ പൂർണ്ണ ചെലവ് വഹിച്ചുവെങ്കിലും തിരിച്ച് ഒരു നാണയം പോലും തിരിച്ചു ഒരു വിധത്തിലും റിസീവ് ചെയ്തിട്ടില്ല. റിസീവ് ചെയ്തിട്ടില്ല എന്ന് പറയുവാനായിട്ട് സാധ്യമല്ല. കേരളത്തിൻ്റെ പ്രദേശത്തല്ല, ദുബൈയുടെ പ്രദേശം, UAE പ്രദേശത്ത് ഏകദേശം 1 ലക്ഷം രൂപയോളം എനിക്ക് അതിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. പിന്നെ അമേരിക്കയുടെ പ്രദേശങ്ങളിൽ നിന്ന് ഏകദേശം 80,000 രൂപയോളം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ പണം മുഴുവനും കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് മാത്രം
അത് പ്രയോജനപ്പെടുത്തി എന്ന് എനിക്ക് ധൈര്യമായിട്ട് പറയുവാനായിട്ട് സാധിക്കും. ഈ ഗാനങ്ങളൊക്കെ പിന്നെ ഹൃദയത്തിന് സന്തോഷം ഇന്ന് ഓർക്കുമ്പോൾ ഇത്രയും ഈ ഒരു സക്സസ്ഫുൾ ബിസിനസ്മാൻ എന്നുള്ള നിലയിൽ വളരെ സാമ്പത്തികമായ നിലയിലും ദൈവം അനുഗ്രഹിച്ചു. അപ്പോൾ ഈ എഴുതുക എന്ന് ഗാനരചന എന്ന് പറയുന്നതൊക്കെ വളരെ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ജോലിയാണ്. അപ്പോൾ ആ സമയം കൂടെ ബിസിനസിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ചിലവഴിച്ചിരുന്നുവെങ്കിൽ എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ഗാനരചന എന്നുള്ളത് ടൈം കൺസ്യൂമിംഗ് ആയിട്ട് ഇതുവരെയും എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ഒരു ഗാനം എഴുതുവാനായിട്ട് ഒരു സാഹചര്യം ഉണ്ടാകുക, അല്ലെങ്കിൽ ചെറിയൊരു കാര്യം മതി, ആ ഗാനം ഹൃദയത്തിൽ നിന്ന് പുറത്തു വരിക, അത്രമാത്രമേ ഉള്ളൂ. അതിന് പ്രത്യേക സമയം ഞാൻ എടുത്ത് ഗാനം എഴുതാറില്ല. അതിനുവേണ്ടി അങ്ങനെ പ്രത്യേക സമയം ചെലവഴിക്കാറില്ല.